നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാത്തോമ ന്യൂസ്. മാത്തോമ സഭ ചർച്ച് ആനിമേഷൻ സെന്ററിന്റെ ദ്വിദശക ആഘോഷങ്ങൾ ആരംഭിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ക്രിയാത്മകമായ ഇടപെടലുകൾ പൊതുയിടങ്ങളിൽ നിർവഹിക്കുന്ന ദൈവരാജ്യ സമൂഹമായി സഭ മാറണമെന്ന് മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തു. നമുക്കുള്ളതിനെ പങ്കിട്ട് കൊടുക്കുവാൻ തക്കോണം താല്പര്യമുള്ളവരായിട്ട് തീരുക, മറ്റുള്ളവരുടെയൊക്കെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അവരെ സെർവ് ചെയ്യുന്നതിനായിട്ട് ഇടയായിട്ട് തീരുക. ഇതൊക്കെ ഒരു ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ നാം അർത്ഥമാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. കേരള സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്രിയ ഉമ്മൻ മുഖ്യ സന്ദേശം നൽകി. കേരള സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ക്രൈസ്തവ സഭയുടെ നിസ്തുല്യമായ പങ്ക് അടയാളപ്പെടുത്തുന്ന ധാരാളം പഠനങ്ങൾക്കുള്ള വിഭവങ്ങൾ ആനിമേഷൻ സെന്ററിലെ ആർക്കൈവ്സിലുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുതിയ കാലഘട്ടത്തിൽ സംഗതമായ സേവനങ്ങൾക്കുള്ള വിഭവങ്ങളാണ് അവയെന്നും ഓർമ്മിപ്പിച്ചു. എൻ്റെ മനസ്സിൽ ഈ അനിമേഷൻ സെൻറ്ററിനെ എനിക്ക് ഒത്തിരി ഇവിടെ ആക്ടിവിറ്റീസൊക്കെ ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചു. എന്നാൽ കുറച്ചുകൂടെ ആർക്കൈവ്സിലും നമ്മുടെ ആണെങ്കിൽ മ്യൂസിയത്തിലും അതിനെ എങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് ഡിസമിനേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അങ്ങോട്ട് പകർന്നു കൊടുക്കാം, കൂട്ടത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറ്റും എന്ന് മാത്രം ഞാൻ പറഞ്ഞത്. സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, റവറൻ ഡോക്ടർ ഐ ജോസഫ്, സഭാ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, ആനിമേഷൻ സെന്റർ ഡയറക്ടർ റവറൻ റെൻസി തോമസ് ജോർജ്, റവറൻ വിജു വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ലോകത്തിൻ വെളിച്ചമായി, സ്നേഹത്തിൻ പ്രകാശമായി, പാട്ടും പഠനവും കളിയും ചിരിയുമായി അവധിക്കാല ബൈബിൾ സ്കൂളുകൾക്ക് ആഹ്ലാദകരമായ തുടക്കം. മാത്തോമ സൺഡേ സ്കൂൾ സമാജം നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ 360-ലധികം പള്ളികളിലാണ് VBS ആരംഭിച്ചത്. ആദ്യ റൗണ്ട്സ് 15-ന് സമാപിക്കും. എല്ലാ റൗണ്ട്സിലുമായി 500-ലധികം പള്ളികളിൽ VBS ഒരുക്കും. വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശീലനത്തിൽ 650 പേർ പങ്കെടുത്തിരുന്നു. 330 പേർ ലീഡേഴ്സായി പ്രവർത്തിക്കുന്നു. സൺഡേ സ്കൂൾ സമാജം പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയസ് എപ്പിസ്കോപ്പ തുമ്പമൺ ഇമ്മാനുവൽ പള്ളിയിലും ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ് കുറ്റപ്പുഴ യെരുശലേം മാർത്തോമ പള്ളിയിലും മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ഇടവക വികാരിമാരായ റവറൻ സുനിൽ ചാക്കോ, റവറൻ റോണി ചെറിയാൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പീൻ എന്നതാണ് ഇക്കൊല്ലത്തെ ചിന്താവിഷയം. ഫ്രണ്ട്ഷിപ്പ്, ക്രിയേറ്റിവിറ്റി, വിസിറ്റേഴ്സ്, പരിസ്ഥിതി, ലഹരി വിരുദ്ധം, സ്നേഹവിരുന്ന്, VBS ഞായർ, സമർപ്പണം തുടങ്ങിയവ വിവിധ ദിവസങ്ങളിലായി ക്രമീകരിക്കും. 16 മുതൽ 25 വരെ 2ാം റൗണ്ടും 27 മുതൽ മെയ് 6 വരെ 3ാം റൗണ്ടും വിവിധ ഇടവകളിൽ സംഘടിപ്പിക്കും. VBS ലീഡേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പുകൾ ചരൽക്കുന്ന്, അടൂർ യൂത്ത് സെന്റർ, കാട്ടക്കട വയോജന മന്ദിരം, ചുങ്കത്തറ ഉപ്പട മിഷൻ സെന്റർ, ബാംഗ്ലൂർ യൂത്ത് സെന്റർ, ഡൽഹി എന്നിവിടങ്ങളിലായി ഒരുക്കിയിരുന്നു. റാന്നി തപോവൻ അരമനയിലെ നവീകരിച്ച കലമണ്ണിൽ ഉമ്മനച്ചൻ ഹാളിന്റെ സമർപ്പണ ശുശ്രൂഷ മാത്തോമ സഭ റാന്നി നിലക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. 1991-ൽ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത ഭദ്രാസന അധ്യക്ഷനായിരുന്നപ്പോൾ നിർമ്മിച്ചതാണ് പരിസ്ഥിതി സൗഹൃദമാർന്ന ഈ ഹാൾ. 2018-ൽ മഹാപ്രളയത്തിൽ മുങ്ങിയ ഹാളിന് കേടുപാടുകൾ സംഭവിച്ചു. 600 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഹാൾ ഇനി മുതൽ പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കാം. സമർപ്പണ ശുശ്രൂഷയെ തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചുമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, ബിഷപ്പ് സെക്രട്ടറി റവറൻ ഡോക്ടർ അരുൺ തോമസ്, എബ്രഹാം കലമണ്ണിൽ, MC തോമസ് മൂഴിയക്കൽ, റവറൻ മാത്യൂസ് കറിയ എന്നിവർ പ്രസംഗിച്ചു. മാത്തോമ സഭ മുംബൈ ഭദ്രാസന നേതൃത്വത്തിൽ ഈസ്റ്റർ ദിനത്തിൽ ഉയിർപ്പിന്റെ പ്രത്യാശയെ ആസ്പദമാക്കി സാന്താക്രൂസ് മാർത്തോമ പള്ളിയിൽ സംഘടിപ്പിച്ച സംഗീത വിരുന്ന് അനസ്തേസിസ് നിഴലുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വേറിട്ട അനുഭവമായി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് ഒരാൾക്കും തടയുവാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മുംബൈ ഭദ്രാസനം ഏറ്റെടുത്തിരുന്ന പൻവേലിലെ ഹോസ്പിസ് സെന്റർ ഉൾപ്പെടെ മാനുഷിക നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ തുടരണമെന്നും മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ അഭിപ്രായപ്പെട്ടു. So resurrection is the vindication of the faith of the believers. So as strong believers of resurrection, we are here to continue and to fill up Christ's ministry in this world. മാത്തോമ സഭയുടെ സീനിയർ വികാരി ജനറലായി ചുമതലയേൽക്കുന്ന വെരി റവറൻ തോമസ് കെ ജേക്കബിനെ മുംബൈ ഓർത്തഡോക്സ് ഭദ്രാസന മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത അനുമോദിച്ചു. അന്തേരി MLA അമിത്സം ആശംസകൾ നേർന്നു. സീനിയർ വികാരി ജനറലായി ഉയർത്തപ്പെടുന്ന മുംബൈ ഭദ്രാസന സെക്രട്ടറി വെരി റവറൻ തോമസ് കെ ജേക്കബ്, സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് വിരമിക്കുന്ന സാന്താക്രൂസ് മാർത്തോമ ഇടവക വികാരി റവറൻ പ്രസാദ് മാത്യു എന്നിവരെ യോഗം അനുമോദിച്ചു.
മുംബൈ ഭദ്രാസനത്തിലെ വിങ്സ് ബാൻഡിന്റെയും വിവിധ ഇടവകളിലെ കൊയറുകളുടെയും നേതൃത്വത്തിൽ സംഗീത സന്ധ്യ ഒരുക്കി. റവറൻ അലൻ ടി സാമുവലിന്റെയും ഷിബു സി ലൂക്കോസിന്റെയും നേതൃത്വത്തിൽ ഭദ്രാസനത്തിലെ യുവജന സഖ്യം ക്രിസ്തുവിന്റെ പീഡാനുഭവവും ഉയർപ്പും കോർത്തിണക്കി അവതരിപ്പിച്ച അനസ്തേസിസ് ദൃശ്യാവിഷ്കാരം പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവമായി. ഭദ്രാസന ട്രസ്റ്റി VP സൈമൺ, റവറൻ ജനിൽ എബ്രഹാം, റവറൻ തോമസ് ജേക്കബ്, നവജീവൻ സെന്റർ ട്രസ്റ്റി ഡോക്ടർ ജോൺ മാത്യു, സഭാ കൗൺസിൽ അംഗം സജി കെ തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ സംയുക്ത വേദിയായ നിലയ്ക്കൽ സെന്റ് തോമസ് എക്യുമെനിക്കൽ ട്രസ്റ്റിന്റെയും നിലയ്ക്കൽ സെന്റ് തോമസ് ദേവാലയത്തിന്റെയും നേതൃത്വത്തിൽ പുതു ഞായറാഴ്ച മാർത്തോമൻ സംഗമവും റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കുന്ന സ്മരണികയുടെ പ്രകാശനവും ഞായറാഴ്ച നടത്തും. വൈകുന്നേരം 4 മണിക്ക് മൈലപ്പുറ തിരുഹൃദയ മലങ്കര കാത്തോലിക്ക പള്ളിയിൽ നടത്തുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സ്മരണിക പ്രകാശനവും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ നിർവഹിക്കും. മാവേലിക്കര മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്യോസ് സ്മരണിക ഏറ്റുവാങ്ങും. നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിക്കും. വൈസ് പ്രസിഡന്റ് ഡോക്ടർ സാമുവേൽ മാർ ഐറേനിയസ്, സെക്രട്ടറി ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ, ഡോക്ടർ ജോഷോ മാർ നിക്കോദിമോസ്, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത, ആർച്ച് ബിഷപ്പ് ഡോക്ടർ കുറിയാക്കോസ് മാർ സെവേറിയോസ്, ഡോക്ടർ ഗീവർഗീസ് മാർ അപ്രൈം തുടങ്ങിയവർ പങ്കെടുക്കും. മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ കീഴിലുള്ള പള്ളിപ്പാട് ദീപ്തി ഭവൻ വയോജന മന്ദിരത്തിൽ 60 വയസ്സിനുമേൽ പ്രായമുള്ള വയോജനങ്ങൾക്കായി 4 ദിവസം നീണ്ട എൽഡർലി വെക്കേഷൻ ബൈബിൾ സ്കൂൾ സംഘടിപ്പിച്ചു. 90 പേർ പങ്കെടുത്തു. റവറന്റ് അഭിഷേക് ഡാൻ ഉമ്മൻ, റോണിയ കൊച്ചമ്മ, റവറന്റ് വിനോദ് കെ ജോർജ്, ക്രിസ്റ്റൽ കൊച്ചമ്മ, രാജു കുറ്റിക്കാട്, ബിന്ദു രാജു എന്നിവർ അനുഗ്രഹീത നേതൃത്വം നൽകി. സമാപന ദിവസം റാലിയും പൊതുസമ്മേളനവും നടത്തി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കി മാർ കുർലോ സഫ്രഗൻ മെത്രാപ്പൊലിത്ത മുഖ്യ സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് റവറന്റ് ജേക്കബ് തോമസ്, ഡയറക്ടർ റവറന്റ് ഡെബി ചെറിയാൻ, കാവൽ ഡയറക്ടർ റവറന്റ് ഷിബു തോമസ് കറിയ, റവറന്റ് ജിനു ജേക്കബ്, കൺവീനർ മറിയാമ്മ വർക്കി, ട്രഷറർ കെ വർഗീസ് എന്നിവർ മറ്റു നേതൃത്വങ്ങൾ വഹിച്ചു. വയോജനങ്ങളുടെ ശാരീരിക, മാനസിക, ആത്മീക മേഖലകളെ കൂടുതൽ ഊർജ്ജമുള്ളതാക്കുവാനും പഴയ കാലങ്ങളെ ഓർത്തെടുക്കുവാനും ഈ VBS സഹായകരമായി. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോ.